കൊച്ചിയുടെ വികസനത്തിന് കേന്ദ്ര ബജറ്റ് കാര്യമായ പദ്ധതികൾ പ്രഖ്യാപിക്കാത്തതിൽ വ്യവസായ ലോകത്തിന് നിരാശ. ബജറ്റിനെ പൊതുവിൽ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും ഇക്കാര്യത്തിലുള്ള നിരാശയും വ്യവസായ ലോകം പ്രകടമാക്കി. കേരളത്തിന് അത്ര ദോഷകരമല്ലാത്ത ബജറ്റെന്നാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ബജറ്റിനെ വിലയിരുത്തിയത്. എന്നാൽ കേരളത്തിനായി പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കാത്തതിൽ വ്യവസായ സമൂഹം നിരാശ പ്രകടിപ്പിച്ചു. This is not part of the budget proposal എന്നേ നമുക്കിപ്പം ആലോചിക്കാൻ പറ്റത്തുള്ളൂ. കൊച്ചി മെട്രോ റെയിൽ സംബന്ധിച്ച് ബജറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ലെന്നതും പലരെയും നിരാശരാക്കി. ഏകദേശം 24% ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിംഗ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്പെസിഫിക് ആയിട്ട് കൊച്ചി മെട്രോയെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു കുറവ് മാത്രമേ കാണുന്നുള്ളൂ. വൻകിട ഹോട്ടലുകൾക്കും വൻകിട ആശുപത്രികൾക്കും സേവനത്തിന് സർവീസ് ടാക്സ് ഈടാക്കാനുള്ള തീരുമാനം കേരളത്തിൽ ടൂറിസം, മെഡിക്കൽ ടൂറിസം രംഗത്ത് അല്പം ചെലവ് കൂട്ടുമെന്ന് സംരംഭകർ പറഞ്ഞു. Service tax is a new levy which has come of more recent origin, and this somehow there's an overlap between a state levy and the central levy. സെസ് ഉടമകളെ മാറ്റിന് കീഴിലാക്കിയത് വല്ലാർപാടം ഉൾപ്പെടെയുള്ള സംരംഭകർക്ക് അധിക ബാധ്യതയുണ്ടാക്കുമെന്ന ആശങ്കയും ഇല്ലാതില്ല. ഇന്നത്തെ പീരീഡുകളിൽ ഒരു SEZ ഡെവലപ്പർ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സൃഷ്ടിക്കുന്നുണ്ട്. അവർക്ക് ഡിപ്രീസിയേഷൻ കാരണം നോർമൽ ടാക്സ് ലയബിലിറ്റി വരാറില്ല. അവർക്ക് മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ബുക്കിൽ കാണിക്കുന്ന ഫിഗറിന് മുകളിൽ ടാക്സ് കൊടുക്കാനുള്ള ഒരു ബാധ്യതയും SEZ യൂണിറ്റുകൾക്കും SEZ ഡെവലപ്പേഴ്സിനും ഒഴിവാക്കിയിരുന്നു. അത് ഇപ്പൊ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. കേരളത്തിന് വൻ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പൊതുവിൽ മെച്ചപ്പെട്ട ബജറ്റ് എന്നാണ് CII കേരള ഘടകം ബജറ്റിനെ വിലയിരുത്തിയത്. മനോരമ ന്യൂസ്,